അല്ല, സാധാരണയായി എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ തൊണ്ടയിൽ മീന്റെ മുള്ളു കുടുങ്ങുക എന്നുള്ളത്. അതിന് വരെ മൂപ്പരുടെ അരികിൽ ചികിത്സയുണ്ട്. തൊണ്ടയിൽ മീൻ മുള്ളു കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് ഈ മഹാനോട് എഴുതി ചോദിക്കുന്ന വിഡ്ഢികൾ ഈ സമുദായത്തിന്റെ പ്രതിനിധികളാണ് എന്നതിൽ നാം ലജ്ജിക്കുക. എന്നിട്ടോ മൂപ്പര് പറയുന്ന ചികിത്സ ഉണ്ട്, നിങ്ങൾ ശരിക്കും കേൾക്കണം. ആ ചികിത്സ, അതിന്റെ ചികിത്സ വിശദീകരിച്ച് അവസാന ഭാഗത്തെത്തുമ്പോ മൂപ്പര് പറയുന്ന ഒരു ചികിത്സ ഉണ്ട്, അത് ശരിക്കും ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വിശദീകരിക്കാം. അടുത്ത കത്ത് സൗദി അറേബ്യയിൽ നിന്ന് കബീർ പാലപ്പറ്റ എന്ന വ്യക്തിയുടേതാണ്. തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങിയാൽ എന്തെങ്കിലും ഓതാനുണ്ടോ എന്നാണ് ഈ വ്യക്തി ചോദിക്കുന്നത്. കബീറിന്റെ രസകരമായ ചോദ്യമാണ്. എല്ലാവർക്കും പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങിയാൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചൊല്ലിയ ദുആയാണ്. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്നു. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്, ഇത് 7 തവണ ചൊല്ലുക. കൂടാതെ സൂറത്തുൽ ഇസ്രായിലെ 80-ാം ആയത്ത് റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുങ്ക സുൽത്താനൻ നസീറ, ഈ ആയത്തും ദുആയും 7 പ്രാവശ്യം പഴത്തിലോ ചോറിലോ മറ്റോ ഓതി വിഴുങ്ങുക. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അപകടം കൂടാതെ ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കേട്ടല്ലോ നിങ്ങള്? സൂറത്തിൽ ഇസ്രായേൽ ആയത്തോതിയിട്ട് എന്താ ചെയ്യേണ്ടത്? ചോറിലോ പഴത്തിലോ ഊതിയിട്ട് വിഴുങ്ങണം. അത് നാട്ടിലെല്ലാരും ചെയ്യുന്ന ചികിത്സയാണ്. അത് സിനിമാ പാട്ട് പാടിയിട്ട് വിഴുങ്ങിയാലും ചിലപ്പോ പോവും. ഒരാള് ഇപ്പൊ പ്രചാരത്തിലുള്ള തൊണ്ടയിൽ മുള്ളു കുടുങ്ങി, ഇപ്പൊ പ്രചാരത്തിലുള്ള ഒരു സിനിമാ പാട്ട് പാടിയിട്ട് ഒരു പഴം വിഴുങ്ങിയാൽ തൊണ്ടയിലെ മുള്ളു പോകും. അയാൾ പറയാ മഹാന്മാര അനുഭവത്തിലൂടെ മനസ്സിലായ ഒരു സംഗതിയാണ്, അതുകൊണ്ട് ഇനി ആരെങ്കിലും തൊണ്ടയിൽ മീമുള്ളു കുടുങ്ങിയാൽ എന്ത് ചെയ്താൽ മതി? സിനിമാ പാട്ട് പാടിയിട്ട് പഴം വിഴുങ്ങിയാൽ മതി. പണ്ട് ജനങ്ങൾക്ക് വിവരമില്ലാതിരുന്ന കാലത്ത് ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ചില പുരോഹിതന്മാർ. അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഗ്യാസിന്റെ വയറ് സംബന്ധമായ അസുഖം വന്നാൽ മുസ്ലിംമാരുടെ അടുത്ത് എന്നാൽ എന്ത് ചെയ്യുന്നറിയോ? ആവണക്കെണ്ണ എന്ന് പറയുന്ന സാധാരണയായി വയറിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയുണ്ട്, സുന്നാമാക്കി എന്ന് പറയുന്ന മരുന്ന്. ഈ സുന്നാമാക്കി കൊണ്ട് കഷായം വെച്ച് ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് അതുകൊണ്ട് എഴുതിയിട്ട് ആളുകൾക്ക് കൊടുക്കും. അത് ഈ പറഞ്ഞ മാതിരി സുന്നാമാക്കി എന്ന് പറഞ്ഞാൽ വയറിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് കഷായം വെച്ചാൽ എന്തായാലും വയറിളക്കും. അത് ആയത്തല്ല, വേറെ ഈ പറഞ്ഞ മാതിരി വൃത്തികേട് എഴുതിയിട്ട് കുടിച്ചാലും സുന്നാമാക്കിയാണ് കുടിക്കുന്നതെങ്കിൽ വയറിളകും. ഈ ജനങ്ങളെ അന്ന് പറ്റിച്ചതുപോലെ ഇപ്പോഴെന്താ പറ്റിക്കുന്നത്? ഇതാ ബുഖാരിയിലുള്ള ഹദീസാണ്. ബുഖാരി പറഞ്ഞോ തൊണ്ടയിൽ മീമുള്ളു കുടുങ്ങിയാൽ ഇത് 7 പ്രാവശ്യം ഓതണമെന്ന്. ബുഖാരിയിലെ ഈ ദിക്ർ വന്നിട്ടുണ്ട്, ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. പക്ഷേ തൊണ്ടയിൽ മീമുള്ളു കുടുങ്ങിയാൽ 7 പ്രാവശ്യം ഓതിയാൽ മീമുള്ളു പോകും എന്ന്. അതേപോലെ സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് 7 പ്രാവശ്യം ഓതി പഴത്തിലൂതി ചോറിലൂതി അത് വിഴുങ്ങിയാൽ മീമുള്ളു പോകുമെന്ന് ആരാണ് സഹോദരന്മാരെ പഠിപ്പിച്ചത് ഈ സമുദായത്തെ?